ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. എനിക്ക് നേരെ നോക്കാൻ പറ്റില്ല, കാരണം ഞാൻ കണ്ണാടിയിലേക്കാണ് നോക്കുന്നത്. ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് കണ്ണെഴുതുന്ന വീഡിയോ ആണ്. കണ്ണെഴുതുന്നതും പിന്നെ മസ്കാര, ഇത് കണ്ണെഴുതുന്നത് ഈ സംഭവം. മോളെ ഇതിനെന്താ പറയണേ? മോളെ ഇതിനെന്താ പറയണേ? ഹെഡ്സെറ്റാണോ ഇതിലേ? പാറു ഉറങ്ങുവാണോ? രാത്രിയാണ് കേട്ടോ ഇത് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. രാത്രി ഇങ്ങനെ വീഡിയോയ്ക്ക് വരുമ്പോൾ എല്ലാവരും ഉറക്കം വട്ടാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെച്ച് കണ്ണെഴുതുന്നത്, ഇപ്പോൾ കിടക്കാൻ പോകുമ്പോൾ ഈ കണ്ണെഴുതുന്നത് എന്താണെന്ന് വിചാരിക്കും. പക്ഷേ ഈ ഒരു സംഭവം വെച്ച് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചത് പറ്റിയില്ല. ഇപ്പോൾ രാത്രി ആകുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക്, അത് രാത്രി എന്നല്ല, നമ്മൾ ഇരുട്ടത്ത് ഇങ്ങനെ മൊബൈൽ വെട്ടത്തിൽ ഇങ്ങനെ ഇതാക്കുമ്പോഴേക്കും കുറച്ച് അടുത്ത് കാണാമല്ലോ എന്ന് ഓർത്ത് എൻ്റെ കണ്ണ് നേരെ പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമുക്കിതുകൊണ്ട് എഴുതാം. അതായത് ഈ ഒരു കണ്ണൊക്കെ പോക്കായി തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ ഈ കണ്ണിൽ നമുക്ക് ഇത് വെച്ച് എഴുതാം കേട്ടോ. ഈ ഒരു നമ്മുടെ ഈ ഒരു സംഭവം വെച്ചിട്ട് എഴുതാൻ പോവാണേ. ഈ ഒരു പേന പോലത്തെ, ഇതൊരു ഐലൈനർ അല്ല, ഒരു എഴുതുന്ന സംഭവം. ലിപ് ലൈനറോ, അതായത് 50 രൂപ അങ്ങാണ്ടായിട്ടോ അതിന്. ഇവിടെ അടുത്ത് ദുബായ് മേള എന്ന് പറഞ്ഞ കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മളെപ്പോഴും കോസ്റ്റ്ലി ഐറ്റം മേടിക്കണമെന്നില്ല, ക്വാളിറ്റി ഉള്ള ഐറ്റം. റേറ്റ് കുറവോ കൂടുതലോ, ദാറ്റ് ഈസ് ഡസൻറ്റ് മാറ്റർ, ഇറ്റ്സ് നോട്ട് എ മാറ്റർ. പക്ഷേ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ് എപ്പോഴും. വില കൂടുതലുള്ളത് തന്നെ വാങ്ങിക്കണമെന്നില്ല, നല്ല സാധനം കിട്ടും വില കുറവാണെങ്കിൽ പോലും. അപ്പോൾ അത് നോക്കി വാങ്ങിക്കുക. അപ്പോൾ ഇത് കണ്ണെഴുതുമ്പോൾ ഈ പേന എഴുതുന്ന പോലെ ഒന്ന് കുടഞ്ഞിട്ട് എഴുതുവാണെങ്കിൽ ഈ സംഭവത്തിലുണ്ടാവും. ഇപ്പോൾ എൻ്റെ മോളൂസാണ് എപ്പോഴും ഇത് എഴുതുന്നത് കേട്ടോ. ഞാൻ വല്ലപ്പോഴും 1-2 തവണ ഇതിങ്ങനെ എഴുതി നോക്കി, പക്ഷെ ഇത്രയും ഇതിലൊന്നും ഞാൻ എഴുതാറില്ല. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി നല്ല ഭംഗിക്കൊന്ന് എഴുതി നോക്കുന്നത്. എൻ്റെ കണ്ണ് ചെറിയ കണ്ണുമാണ്, ഇത്തിരി എൻ്റെ കണ്ണിന് അടുത്ത് കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കൃഷ്ണമണിക്ക് ഒരു ഇത് കളറാണ് കേട്ടോ, നമ്മുടെ എന്ത് കളറാണ്, ഒരു ഗ്രേയിഷ്, ഒരു കാപ്പി കളറാണ്. എനിക്കറിയില്ല ഇത് മുകളിലേക്ക് എഴുതാനുള്ളത് പറ്റുമെന്ന് കേട്ടോ. നമ്മൾ ട്രൈ ചെയ്യുവാണേ. പണ്ടത്തെ പോലെ ഒന്നല്ല, കണ്ണിൻ്റെ അവിടെയൊക്കെ ഒരു വൃത്തികേടായി, ചുരുങ്ങിയൊക്കെ വന്നു തുടങ്ങിയല്ലോ. വൃത്തികേടായോ എന്നൊരു ഡൗട്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് 2 കണ്ണിൽ എഴുതിയിട്ടാണ് കാണിക്കുള്ളൂ. അപ്പം ഇതുകൊണ്ട് നമുക്കിങ്ങനെ ഇത് ഇട്ട് കൊടുക്കാം. സൈഡിൽ കുറച്ച് തുണിയൊക്കെ കിടപ്പുണ്ട്, കിട്ടുമോ? അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ കണ്ണെഴുതിയേക്കുന്നത്? എഴുതുമല്ലേ, ഇപ്പം ഇതായിട്ട് എഴുതിയ. ഓക്കെ, വാസ് ഇറ്റ് ഗുഡ് ഓർ നോട്ട്? ടെൽ മീ. നട്ടപ്പാതിരാത്രിക്ക് എന്താണ് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും അല്ലേ? എന്താണ് ഈ പറയുന്നത്, വല്ല വട്ടമുണ്ടോ എന്ന് വിചാരിക്കും. അപ്പം നമുക്ക് 2 കണ്ണിലും കൂടെ എഴുതിയിട്ട് നമുക്ക് കാണാം. എന്നിട്ട് നമുക്കിങ്ങനെ നോക്കിയിട്ട് വൃത്തിയായോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അയ്യോ, എനിക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ലേ എൻ്റെ ഗുരുവായൂരപ്പാ. ഹലോ ഗൈസ്, അപ്പോൾ എന്നോട് എല്ലാവരും ക്ഷമിക്കണേ, കാരണം ഇച്ചിരി പ്രേതത്തിന് എഴുതുന്ന പോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണെഴുതിയത് നീറ്റായി, കുറച്ചെങ്കിലും ഇതായിട്ടുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഈ ഒരു കണ്ണെഴുതുന്നത്? ഇതിൻ്റെ പേരെന്തായിരുന്നു? ഞാനിവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. അയ്യോ, എനിക്കിപ്പോൾ എഴുതിയിട്ട് നോക്കാൻ പറ്റില്ല, പിന്നെ പറയാട്ടാ. അപ്പോൾ രാത്രിയിലത്തെ ഒരു കണ്ണെഴുത്ത് കണ്ടു. എനിക്ക് ഈ ക്യാമറ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കണ്ണെഴുതിയിട്ട് അത്ര പ്രോപ്പർ വൃത്തിയായിട്ടില്ല, ഒരു വൃത്തിയിൽ എഴുതാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇത് പകലെഴുതുന്ന ഒരു വീഡിയോ ആയിരിക്കാം ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി മസ്കാരയുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചതാണ്. അത് എത്രത്തോളം ഇതിൽ വരും, എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇവനാണ് അവൻ.
ഇവനാണ് അവൻ. ഇത് പുതിയ മസ്കാര. നിങ്ങളുടെ മുഖത്തേട്ട് നോക്കാണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഒന്നും വിചാരിക്കരുത്. എനിക്ക് എൻ്റെ മൊബൈലിലേക്കാണ് ഞാൻ നോക്കുന്നത്. കണ്ണാടിയിൽ എനിക്ക് കാണാം എൻ്റെ മൊബൈലിലുള്ള മുഖം. അപ്പോൾ അതിലേക്ക് നോക്കിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് സെറ്റപ്പാക്കി നോക്കാം അല്ലേ. സത്യം പറയാം, മെനക്കെട്ട പണിയാണ് അല്ലേ. ഇവിടെ കുറച്ച് ക്രീമിൻ്റെ അംശം ഇരിപ്പുണ്ട്. രാത്രി കിടക്കാൻ പോകുമ്പോൾ ഇതൊക്കെ തേച്ചുകൊണ്ട് കിടന്നാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും അടിപൊളിയായിട്ട് മുഖം കഥകളിക്ക് പോയ പോലെ ഇരിക്കുന്നുണ്ടാവും. ഗുഡില്ല. ഇപ്പം ആയാലും അതവിടെ ഇരിക്കട്ടെ, എന്നെ കൊണ്ട് പറ്റില്ല. രാത്രിയിലത്തെ മേക്കപ്പ് ചെയ്യാൻ പോയാൽ ഇതൊക്കെ സഹിക്കേണ്ടി വരും അല്ലേ. നമുക്ക് ബാക്കിയും കൂടെ ചെയ്യാം അല്ലേ. ഇനി നമ്മുടെ താരത്തിന് എടുക്കാം. താരം ഏത് താരം? നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. അത് ഭയങ്കര കളറുള്ളതൊന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ തുറന്നില്ലായിരുന്നേ, പാലും വെള്ളത്തിൽ കിട്ടി കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ കാണിക്കുകയാണ്. ഇതൊരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് പോലത്തെ ലിപ്സ്റ്റിക്കാണ്. അതായത് നമ്മുടെ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് ചുണ്ടിലൊക്കെ കേട്ടോ. അല്ല, ഒരു ന്യൂഡ് ഷെയ്ഡ്, അധികം തേച്ച പോലെ തോന്നിക്കില്ലാത്ത. ഇതെന്തുവാ, അങ്ങനത്തെ ഒരു ഇതാണ് തോന്നാറ്. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കിയാലേ നേരെ ആവുള്ളൂ. അപ്പോൾ ഒരു വൃത്തി, ഇത്രയും കട്ടിക്കൊന്നും ഇടേണ്ട കാര്യമില്ല. നൈസായിട്ടൊക്കെ ഇടുന്നതാണ് എപ്പോഴും. സാധാരണക്കാരൊക്കെ ആകുമ്പോൾ ഇത്ര നൈസായിട്ടൊക്കെ ഇടുന്നതാണ് ഭംഗി. അല്ലാണ്ട് ഇത് ഇടാൻ പാടില്ലെന്നോ ഇത്രയും ഇതാണ് ഷെയ്ഡ് ഇടാൻ പാടൊന്നുമല്ല. നമ്മൾ എന്ത് കൂട്ടം ചെയ്യുമ്പോൾ എൻ്റെ കാര്യത്തിൽ എല്ലാവരും പറഞ്ഞു റെഡ് ലിപ്സ്റ്റിക്ക് നല്ല കട്ടിയിലൊന്നും ഇടല്ലേ, വളരെ വൃത്തികേടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇത്തിരി കാപ്പി ഷെയ്ഡുള്ളതൊക്കെ ഇനി കൂടുതൽ നമ്മൾ നോക്കി വെക്കണം. ഇത്തിരി പറ്റുമെങ്കിൽ നല്ല ക്വാളിറ്റിയുടെ മേടിക്കുമ്പോൾ നമുക്ക് വേറെ അസുഖങ്ങളൊന്നും വരാതിരിക്കും. അപ്പോൾ ന്യൂഡ് ഷെയ്ഡ് മേടിക്കാൻ ആഗ്രഹം. എന്നാൽ ചുണ്ടിനൊരു ചെറിയ കളറും തോന്നിക്കുകയും വേണം. എന്നാൽ അതൊരു നാച്ചുറലാണെന്ന് തോന്നിക്കുന്ന രീതിക്കൊരു ഇത്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ്, ഒരു കൊച്ചിൻ്റെ അമ്മയായില്ലേ രസം. അങ്ങനെ ഇരിക്കട്ടേന്നേ, അത്രേ ഉള്ളൂ. ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ ലൈഫ്. ഇനി ഒരു പൊട്ടും കൂടെ തൊട്ടാലോ. ഞാൻ കുറഞ്ഞു പോയോ? എൻ്റെ പൊന്നു തമ്പുരാനെ പൊട്ടൊന്നും കണ്ടില്ല. ഇത് തന്നെ പൊട്ടായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അതായത് ഇപ്പം കുഞ്ഞിപ്പൊട്ട് പോരെ, ഒരു ഈച്ച ചത്തിരിക്കുന്ന ഒരു സിമ്പലിൽ ഒരു പൊട്ട്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടി തോന്നുന്നത് കണ്ണൊക്കെ കുഴിയിട്ട് പോയി അല്ലേ. എനിക്കങ്ങനെ തോന്നണേ, ഇങ്ങനെ കണ്ണാടിയിലേക്ക് പോകുമ്പോൾ അങ്ങനെ തോന്നണേ കേട്ടോ. അപ്പോൾ എനിവേ, നിങ്ങൾക്ക് ഈ രാത്രിയിലത്തെ മേക്കപ്പ് എന്തായിട്ട് ഫീൽ ചെയ്യുന്നു എനിക്കറിയില്ല. ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇല്ല. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇടാൻ ഉണ്ട്, പക്ഷെ അത് കുറച്ച് ഇതൊക്കെ മാറ്റാനൊക്കെ ഉണ്ട്, അതിന് സമയം പിടിക്കും. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് ഇത് ഞാൻ നേരത്തെ ചെയ്യണമെന്ന് ഓർത്തതാ. ഇന്നിപ്പോൾ രാത്രി ഇങ്ങനെ ചെയ്യാൻ നിർത്തിയുള്ളൂ. ഒരു ചെറിയൊരു മസ്കാരയും പിന്നെ ഒരു ഐലൈനറും ഒക്കെ ആയിട്ട് ഒരു മേക്കപ്പ് വീഡിയോ പോലെ, കുഞ്ഞു മേക്കപ്പ് വീഡിയോ. തലമുടിയൊന്നും കെട്ടുന്നില്ല, കമ്മലൊന്നും ഇടുന്നില്ല, ഇങ്ങനെ ഇടണം ചെയ്താണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.